ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, അർജുന്റെ വിവാഹം കഴിഞ്ഞല്ലേ ഉള്ളൂ. വ്രതം അവൻ എടുക്കണ്ട, മഹി എടുക്കട്ടെ. മഹി കേട്ട അവൻ പറയും വ്രതം ഞാൻ എടുത്തോളാം ഏട്ടാന്ന്. ദാസേട്ടാ, ചേട്ടോ, ദാസേട്ടാ, അദ്ദേഹം എവിടെയെങ്കിലും ഇല്ല. വേറെ എവിടെ പോയതാവും? താൻ ടെൻഷൻ ആവണ്ട, ചിലപ്പോ നാട്ടിലെല്ലാം പോയി കാണും. മകളെയോ ഭാര്യയോ കാണാൻ. ഏയ്, അങ്ങനെ ആവാൻ വഴിയില്ല. അത് തനിക്കെങ്ങനെ അറിയാം? അല്ല, അന്ന് വന്നപ്പോ അദ്ദേഹം പറഞ്ഞല്ലോ ഡ്രൈവർ പയ്യനോട് പറയാതെ എവിടെയും പോവില്ലെന്ന്. അതോർത്ത് പറഞ്ഞതാ. എന്നാലും അദ്ദേഹം ഇത് എവിടേക്കാവും പോയത്? ദാസേറിനെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോ തനിക്കാകെ ടെൻഷനായല്ലോ. അത് ഒരച്ഛൻ മകൾക്ക് വരുന്ന സ്നേഹവും വാത്സല്യവും കരുതലും അല്ലേ എന്നോട് അദ്ദേഹം കാണിച്ചിരുന്നത്. എന്നാലും എന്നോട് പറയാതെ ദാസേട്ട ഇത് എവിടെ പോയതാ? സാറേ, എന്റെ ഈശ്വര, എന്റെ അച്ഛനൊന്നും വരുത്തല്ലേ. കാത്തോളിനെ ദേവി. അമ്മേ പതിയെ സൂക്ഷിച്ച്. അങ്ങോട്ട് എത്തി. അങ്ങോട്ട്. അമ്മേ ഇവിടെ ഇരി അമ്മേ. കുഞ്ഞോളെ, ഇപ്പൊ എങ്ങനെയാണോടി? കുഴപ്പമൊന്നുമില്ല ചേട്ടാ. ഓ, അതറിഞ്ഞാ മതി. ഇത്രയും നേരം ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങി പോയി. ഭദ്രേട്ടന് എന്തോന്നു ടെൻഷൻ? ടെൻഷൻ മൊത്തം എന്താ ഇവൾക്കായിരുന്നു. എനിക്കിപ്പോ അമ്മായിയെ കാണണം, എനിക്കിപ്പോ അമ്മായിയെ കാണണം പറഞ്ഞ് എന്തൊരു ബഹളായിരുന്നു എന്നറിയോ? ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല അവള്. ഇപ്പൊ നിനക്ക് സമാധാനായല്ലോ അല്ലേ? ചന്ദ്രലേഖ, ഇന്നു മുതല് എനിക്ക് വ്രതമാ. ലൈറ്റ് ഫുഡ് എന്തെങ്കിലും മതി. നിനക്ക് മാത്രം ആക്കണ്ട, എല്ലാവർക്കും ഇനി 10 ദിവസത്തേക്ക് വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കിയാൽ മതി. അല്ല, അതെന്തരാ? ഇവരല്ലേ വ്രതം? അതിന് ബാക്കിയുള്ള ഒരു പച്ചക്കറി കഴിക്കുന്നതിനാ? എനിക്കാണെങ്കിൽ മീനോ ഇറച്ചിയില്ലാതെ ഒരു പിടി ആഹാരം തൊണ്ടേന്ന് ഇറങ്ങത്തില്ല. എന്റെ ഭാര്യയ്ക്കും മോക്കും അങ്ങനെ തന്നെയാ. ഇവിടെ മീൻ കൊതിച്ചാ. അച്ഛനൊന്നും മിണ്ടാതിരുന്നേ. അർജുനേട്ടൻ വ്രതം പിടിക്കല്ലേ, അപ്പൊ മീനും ഇറച്ചിയോ ഒന്നും ഉണ്ടാക്കണ്ട. ഞാനും വ്രതത്തിലാ. അർജുൻ എന്തിനാ വ്രതം പിടിക്കുന്നേ? പറയും പോലെ എന്തിനാടേ നിന്റെ വ്രതം? കഴിഞ്ഞ തവണ ഞാൻ ജോത്സ്യനെ കണ്ടപ്പോ എന്റെ സമയം തീരെ ശരിയല്ലാന്ന് പറഞ്ഞു ജോത്സ്യൻ. അത് ശരിയാണെന്ന് എനിക്ക് ബോധ്യമാവുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുമെന്നും രക്തബന്ധത്തിലുള്ള ആരെങ്കിലും 10 ദിവസം എനിക്ക് വേണ്ടി വ്രതമെടുത്ത ആ ശാപം താനെ മാറുമെന്നുമാണ് ജോത്സ്യം പറഞ്ഞത്. അല്ല, അർജുന്റെ വിവാഹം കഴിഞ്ഞല്ലേ ഉള്ളൂ. വ്രതം അവൻ എടുക്കണ്ട,
മഹി എടുക്കട്ടെ. മഹി കേട്ട അവൻ പറയും വ്രതം ഞാൻ എടുത്തോളാം ഏട്ടാന്ന്. അത് വേണ്ട അച്ഛാ. ഞാൻ കാരണം അമ്മ കുറെ വിഷമിച്ചു. അതിന് പകരമായ ഞാൻ വ്രതം എടുക്കാന്ന് പറഞ്ഞത്. അമ്മയ്ക്ക് വേണ്ടി അത്രയെങ്കിലും ഞാൻ ചെയ്യണം. ആശുപത്രിയിൽ നിന്ന് വന്ന പടം നീ ഇങ്ങനെ ഇരിക്കാതെ അകത്ത് പോയി കിടക്ക്. ചെല്ല് ചെല്ലു കുഞ്ഞോളെ. ശരി. അമ്മേ വാ. പതുക്കെ. പതിയെ പതിയെ. എന്റെ കുഞ്ഞോളെ ബുദ്ധി ആപാരം തന്നെ. എന്തോന്ന് ബുദ്ധി? അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഡേ, ഈ അസുഖവും വ്രതവും ഒക്കെ കുഞ്ഞുമോളൊരു നമ്പറല്ലേ? അവനെ കൊണ്ട് തന്നെ വ്രതം ഒഴിപ്പിച്ചാൽ അവനും അവൾക്കും ഒരു മുറി കഴിയാൻ പറ്റില്ലല്ലോ. ഓ, അത് 10 ദിവസമല്ലേ? അത് കഴിഞ്ഞു. അത് കഴിഞ്ഞുള്ള കാര്യം കുഞ്ഞോട് നോക്കിയോളൂ. അത് ഓർത്ത് നീ മനസ്സ് വിഷമിപ്പിക്കണ്ട. അല്ല മോളെ, നീ എന്തിനാ വ്രതം പിടിക്കാന്നൊക്കെ പറഞ്ഞേ? നിന്നെ കൂടെ നടക്കുക അതൊക്കെ? അതിനാര് വ്രതം പിടിക്കാൻ പോകുന്നു? അമ്മായി ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. എന്നും രാത്രി എനിക്ക് പുറത്തുനിന്ന് കുഴിമന്തി മേടിച്ചെന്നാ മതി കേട്ടോ. ഞാൻ മുറിയിലിരുന്ന് കഴിച്ചോളാം. ഇവിടെ ആള് മിടിക്ക് തന്നെ. എനിക്ക് ബുദ്ധി പോയില്ല. ഇല്ലെങ്കിൽ ഞാനും വ്രതം എടുക്കാന്ന് പറയായിരുന്നു. നമ്മൾ രണ്ട് മുറി കഴിഞ്ഞാൽ മതിയല്ലോ. മീനും ഇറച്ചിയും തിന്നൂന്നല്ലേ ഉള്ളൂ. കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് നിങ്ങൾ വ്രതം തന്നെയല്ലേ? അവളത് അങ്ങനെ പറഞ്ഞിട്ട് പോയത് 8 വർഷം. കുഞ്ഞോളെ, എന്താ അടുത്ത പരിപാടി? ഈ പോക്ക് കണ്ടിട്ട് അവളെ കളഞ്ഞിട്ട് പോകുന്ന ലക്ഷണമില്ല.